എല്ലാവർക്കും നമസ്കാരം. +2 അക്കൗണ്ടൻസി ഫൈനൽ എക്സാമിന് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 3 ഡിഫറൻസസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെയാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് അക്കൗണ്ട്സ്. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൺലി 1 അക്കൗണ്ടേ ഉണ്ടായിരിക്കുള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട്. സെക്കൻഡ് വൺ, ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ ഡ്രോയിങ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സെട്ര ആർ മെയ്ഡ് ഇൻ ദി കറണ്ട് അക്കൗണ്ട്സ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കറണ്ട് അക്കൗണ്ടിലായിരിക്കും ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യും. തേർഡ് വൺ, ക്യാപിറ്റൽ ബാലൻസ് റിമെയിൻ ഫിക്സഡ് ആയിരിക്കും ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫ്ലക്ച്വേറ്റ്സ് ഫ്രം ഇയർ ടു ഇയർ. ലാസ്റ്റ് വൺ, ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾവേസ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ക്യാപിറ്റൽ അക്കൗണ്ടിൽ. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ സംടൈംസ് ഷോസ് ഡെബിറ്റ് ബാലൻസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ 4 ഡിഫറൻസസ് ആണ് പ്രധാനമായും പഠിച്ചു വെക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് പഠിക്കേണ്ട ഡിഫറൻസസ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും തമ്മിലുള്ളതാണ്. അതിലൊന്നാമത്തെ, ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ് ഇൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ബിസിനസ് നിർത്തിപ്പോകുന്നില്ല, ടെർമിനേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ബിസിനസ് ഓഫ് ദി ഫേം ഈസ് ടെർമിനേറ്റഡ്. ബിസിനസ് ഫേം നിന്നു എന്ന് പറയുമ്പോൾ അവിടെ ബിസിനസ്സും ടെർമിനേറ്റഡ് ആയി പോകുന്നു. സെക്കൻഡ് വൺ, സെറ്റിൽമെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീവാല്യൂഡ് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ അസറ്റ്സ് ആർ സോൾഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. തേർഡ് വൺ, എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പാർട്ണേഴ്സ് കണ്ടിന്യൂസ് ഇൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ണേഴ്സ് കംസ് ടു ആൻ എൻഡ്. പാർട്ണേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവിടെ അവസാനിക്കുകയാണ്. കാരണം ഫേം തന്നെ നിർത്തിപ്പോകുമ്പോൾ പിന്നെ പാർട്ണർഷിപ്പ് അവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് എക്കണോമിക് റിലേഷൻഷിപ്പ് അവിടെ അവസാനിക്കുന്നു. ലാസ്റ്റ് വൺ, ക്ലോഷർ ഓഫ് ബുക്സ്. ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലോസ്ഡ്. കാരണം പാർട്ണർഷിപ്പേ അവിടെ അവസാനിക്കുന്നുള്ളൂ, ഫേം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ നോട്ട് ക്ലോസ്ഡ് ഇൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ്. ലാസ്റ്റ് പഠിക്കേണ്ട ഡിഫറൻസസ് എന്ന് പറയുന്നത് റിവാലുവേഷൻ അക്കൗണ്ടും റിയലൈസേഷൻ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. റിവാലുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് അഡ്മിഷൻ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് ഓഫ് എ പാർട്ണർ, ഈ സമയങ്ങളിലാണ് റിവാലുവേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഡിസൊല്യൂഷൻ നടക്കുമ്പോഴാണ്. അവിടെ റിയലൈസേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിവാലുവേഷൻ. റിവാലുവേഷൻ അക്കൗണ്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിക്കാനാണ് നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ. റിയലൈസേഷനിൽ വരുന്ന പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാനാണ് റിയലൈസേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, ഇറ്റ് റെക്കോർഡ്സ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ, ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ, ഇതാണ് റിവാലുവേഷൻ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നത്. എന്നാൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇറ്റ് റെക്കോർഡ്സ് ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അറ്റ് ദെയർ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂവിൽ തന്നെ അസറ്റ്സും ലയബിലിറ്റീസും റെക്കോർഡ് ചെയ്യലാണ് റിയലൈസേഷൻ അക്കൗണ്ടിൽ ചെയ്യുന്നത്. ഈ 3 ഡിഫറൻസസ് നിർബന്ധമായും എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചിരിക്കേണ്ടതാണ്. ഈ 3 2 എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്നതാണ്. അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നൽകിയിട്ട് നന്നായി പഠിച്ചു വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.